ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് വാഹനം ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നു. ഓടിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാത്ത ആളാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ആ ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ അലക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഇതിൽ വാഹനത്തിലുണ്ടായിരുന്ന 2 പേരാണ്. ഒരാൾ ഈ ഡ്രൈവർ ജോസ് എന്ന് പറയുന്ന വ്യക്തി. ജോസിന് പുറമെ ഈ അലക്സുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ജോസിന് ഈ മദ്യപിച്ച ശേഷം വാഹനം ഓടിക്കാൻ കഴിയാത്ത വിധം അവശനായിരുന്നു. അതുകൊണ്ട് ജോസ് ഓടിച്ചില്ല. അതേസമയം തന്നെ ഈ അലക്സും മദ്യപിച്ചിരുന്നു. അലക്സിനും ഇത് വാഹനം ഓടിക്കാൻ കഴിയാത്തത്രയ്ക്ക് തന്നെയായിരുന്നു. പക്ഷേ ഒരു വാഹനം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്നത്. ഈ വാഹനം ഓടിക്കാൻ പോലും കഴിയാത്തത്ര മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നയാളെന്നാണ് പറയുന്നത്. അവർ 2 പേരുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഈ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നവരുടെ ഏതെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ലിഷോയ്? ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ നില അല്പം മോശമുള്ളവരുണ്ട്. അതായത് ഗുരുതരമായ ആരോഗ്യസ്ഥിതി ഉള്ളവരുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഇല്ലാത്തവരുണ്ട്. പക്ഷെ ഈ ദേഹത്തൂടെ വാഹനം കയറിയതിനാൽ തന്നെ വലിയ അംഗഭംഗം സംഭവിച്ച ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇവരുടെ ചികിത്സ തൃശൂർ മെഡിക്കൽ കോളേജിലും മറ്റുമായെല്ലാം പുരോഗമിക്കുകയാണ്. ഏകദേശം 12ഓളം ആളുകളാണ് ഈ പരിക്കേറ്റ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നതെന്നാണ് ഇവരടക്കം. ഈ മരണമടഞ്ഞവരടക്കം 12ഓളം പേർക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവർ ഈ മേഖലയിൽ തന്നെ സ്ഥിരമായി ഉള്ള ആളുകളാണ്. സ്ഥിരമായി ഇവിടെ തന്നെയാണ് അവർ താമസിക്കാറുള്ളത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് കയ്പമംഗലം ഭാഗത്തെല്ലാം തന്നെ ഇവർ താമസിച്ചിരുന്നു. അവരുടെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ശരി ലിഷോയ്, ഈ നാടോടി സംഘമാണ് ഇവർ പാലക്കാട് ഭാഗത്തുള്ളവരാണ്, മലയാളികൾ തന്നെയാണല്ലേ? തമിഴ്നാട് കേരള ബോർഡറിലുള്ളവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ ലിഷോയ്? തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഗോവിന്ദാപുരം, മീനാക്ഷിപുരം ആ ഭാഗത്തൊക്കെ ഉള്ള ആളുകളാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് അവിടെയാണ് അവരുടെ നാട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ വർഷങ്ങളായി അവർ പലയിടങ്ങളിലേക്ക് മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാടോടി സംഘങ്ങളാണ് പല ഇടങ്ങളിൽ മാറി മാറി ഇങ്ങനെ പോകുന്ന സംഘം കൂടിയാണ് ഇവർ. പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിക്കുന്നവരാണ് പൊതുവെ നാടോടി സംഘങ്ങൾ. കുറെ കാലം ഒരു സ്ഥലത്തായിരിക്കും, അവിടെ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കും. തുടർന്ന് വീണ്ടും ഈ ഉത്സവ സീസണുകളിലും മറ്റും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നൊരു പതിവും ഈ നാടോടി സംഘങ്ങൾക്കുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കണം അവിടേക്ക് അവർ വന്നത്, തൃശ്ശൂർ ഭാഗത്തേക്ക്.